ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിശബ്ദനായി സഞ്ചരിച്ച ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന അരിതമൻ എന്ന മുങ്ങിക്കപ്പലിനെ കുറിച്ച്. 1974 ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയപ്പോൾ മുതൽ നമ്മൾ കണ്ട സ്വപ്നമാണ് സ്വന്തമായി ആണവ മുങ്ങിക്കപ്പലുകൾ വേണമെന്നുള്ളത്. ആ സ്വപ്നത്തിന്റെ ഏറ്റവും പുതിയ കരുത്താണ് INS ഹരിതമൻ. എന്താണ് ഈ മുങ്ങിക്കപ്പലിന്റെ പ്രത്യേകത? ഏകദേശം 7000 ടൺ ഭാരമുള്ള ഈ ഭീമൻ മുങ്ങിക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ലാർസൻ ആൻഡ് ട്രൂബോ എന്ന ഇന്ത്യൻ കമ്പനിയാണ്. സാധാരണ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ കഴിയാൻ സാധിക്കും. ഇതിന് കാരണമാകുന്നത് അതിനുള്ളിലെ അത്യാധുനികമായ ആണവ റിയാക്ടറാണ്. സാധാരണ മുങ്ങിക്കപ്പലുകൾ ഇടയ്ക്കിടെ ഓക്സിജനും മറ്റും ശേഖരിക്കാനായി സമുദ്രോപരിതലത്തിലേക്ക് വരേണ്ടി വരും. എന്നാൽ ഹരിതമന് അതിന്റെ ആവശ്യമില്ല. ഇത് ശത്രുക്കളുടെ സോണാർ സംവിധാനങ്ങൾക്ക് പോലും പിടികൊടുക്കാത്ത വിധം അതീവ നിശബ്ദമായി സഞ്ചരിക്കാൻ സഹായിക്കുന്നു. കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കുക? ഒരു മുങ്ങിക്കപ്പൽ നാവികസേനയുടെ ഭാഗമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനെയാണ് കമ്മീഷൻ ചെയ്യുക എന്ന് പറയുന്നത്. ഇതോടെ ഹരിതമൻ ഇന്ത്യയുടെ സജീവമായ ഒരു യുദ്ധക്കപ്പലായി മാറി. ഇനിയുള്ള ഘട്ടം എന്നത് ഇത് നമ്മുടെ സമുദ്ര അതിർത്തികളിൽ സുരക്ഷാ ഡ്യൂട്ടികൾക്കായി നിയോഗിക്കപ്പെടുക എന്നതാണ്. വിശാഖപട്ടണത്തെ അതീവ സുരക്ഷിതമായ പ്രൊജക്ട് വർഷ എന്ന നാവിക താവളത്തിലായിരിക്കും ഇതിന്റെ പ്രധാന സ്ഥാനം. ഇവിടം കേന്ദ്രീകരിച്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും നമ്മുടെ അതിർത്തികൾ കാക്കാനും ഇത് എപ്പോഴും സജ്ജമായിരിക്കും. ഹരിതമന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പ്രഹരശേഷിയാണ്. ഇതിനു മുൻപുണ്ടായിരുന്ന ഹരിഹാന്ത് ക്ലാസ് കപ്പലുകളെക്കാൾ ഇരട്ടി മിസൈലുകൾ വഹിക്കാൻ ഇതിന് സാധിക്കും. ഇതിൽ സജ്ജമായിരിക്കുന്ന K4 മിസൈലുകൾക്ക് 3500 കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളെ വരെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയും. നമ്മുടെ രാജ്യം ഒരു ആണവ ആക്രമണം നേരിടേണ്ടി വന്നാൽ പോലും ആഴക്കടലിൽ ഒളിച്ചിരിക്കുന്ന ഹരിതമൻ ഉപയോഗിച്ച് തിരിച്ചടിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. ഇതാണ് ശത്രുക്കളെ ഇന്ത്യയെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിപ്പിക്കുന്ന പ്രധാന ഘടകം. ഇനി ഇതിന്റെ അടുത്ത ലക്ഷ്യങ്ങൾ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സോണാർ സംവിധാനങ്ങളും ഇതിലുണ്ട്. ഇത് സമുദ്രത്തിനടിയിലെ ഏത് ചെറിയ ശബ്ദവും തിരിച്ചറിയാൻ സഹായിക്കുകയാണ്. ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് അഥവാ കരയിൽ നിന്നും ആകാശത്തു നിന്നും ഇപ്പോൾ കടലിനടിയിൽ നിന്നും ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള നമ്മുടെ കഴിവ് ഹരിതമനിലൂടെ പൂർണ്ണമായിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ വലിയ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ. INS ഹരിതമൻ കേവലം ഒരു മുങ്ങിക്കപ്പലല്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. കടലിനടിയിൽ കരുത്തോടെ നിലയുറപ്പിക്കുന്ന ഈ അദൃശ്യ പോരാളി ഉള്ളിടത്തോളം കാലം നമ്മുടെ സമുദ്ര അതിർത്തികൾ സുരക്ഷിതമായിരിക്കും. ശാസ്ത്രജ്ഞരുടെയും നാവികസേനയുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായ ഈ കരുത്തൻ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ പുതിയൊരു സൂര്യോദയമാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഇന്ന് ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയഗാഥകളിൽ ഒന്നാണ് നമ്മുടെ ആണവ മുങ്ങിക്കപ്പലുകൾ. പ്രതിരോധ മേഖലയിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുക എന്ന അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടാണ് ഇന്ന് INS ഹരിതമൻ. ഇന്ത്യയെ ഒരു ആഗോള ശക്തിയായി വളർത്തുന്നതിൽ ഇത്തരം തന്ത്രപ്രധാനമായ ആയുധങ്ങൾക്കുള്ള പങ്ക് അദ്ദേഹം എപ്പോഴും എടുത്തു പറയാറുണ്ട്. ഹരിതമനിലേക്ക് എത്തുന്നതിനു മുമ്പ് ഇന്ത്യ ആർജിച്ചെടുത്ത കരുത്താണ് INS ഹരിഹന്തും INS ഹരിഹട്ടും. ഇന്ത്യയുടെ ഈ സ്വപ്ന പദ്ധതിക്ക് തുടക്കമിട്ടത് ഹരിഹന്താണ്. 2016 ഇത് കമ്മീഷൻ ചെയ്തതോടെയാണ് കടലിനടിയിൽ നിന്നും ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം പിടിച്ചത്. തുടർന്ന് വന്ന ഹരിഗട്ട് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ കമ്മീഷൻ ചെയ്യപ്പെട്ട ഹരിതമനാകട്ടെ ഈ 2 കപ്പലുകളെക്കാളും ആയുധശേഷിയിലും സാങ്കേതിക വിദ്യയിലും ഏറെ മുന്നിലാണ്. അരിഹന്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള തുടക്കമായിരുന്നെങ്കിൽ ഹരിതമൻ ശത്രുക്കൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്ന ഒരു പൂർണ്ണ സജ്ജമായ യുദ്ധമുറയാണ്. ഇതൊരു ചെറിയ നേട്ടമല്ല. ലോകത്ത് വിരലിലുണ്ടാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ സ്വന്തമായ ആണവ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനും അവ പ്രവർത്തിക്കാനുമുള്ള ശേഷിയുള്ളത്. സമുദ്രത്തിനടിയിൽ ശബ്ദമില്ലാതെ നീങ്ങുന്ന ഈ അദൃശ്യ പോരാളികൾ ഇന്ത്യയുടെ സുരക്ഷാ കവചത്തെ തകർക്കാൻ കഴിയാത്ത ഒന്നാക്കി മാറ്റുന്നു. കടൽ കടന്നു വരുന്ന ഭീഷണികളെ കരയിലെത്തുന്നതിനു മുമ്പേ തടയാനും ഏതൊരു അടിയന്തര സാഹചര്യത്തിലും പ്രത്യാക്രമണം നടത്താനും ഇന്ന് ഇന്ത്യ സജ്ജമാണ്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണവും നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും നാവികസേനയുടെയും കഠിനാധ്വാനവും ഒത്തുചേർന്നപ്പോൾ പിറന്നത് ലോകം അസൂയയോടെ നോക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്. INS ഹരിഹന്ത് മുതൽ ഹരിതമൻ വരെ നീളുന്ന ഈ യാത്ര ഇന്ത്യയുടെ സൈനിക കരുത്തിന്റെ മാത്രമല്ല, ആധുനിക സാങ്കേതിക വിദ്യയിൽ നമ്മൾ നേടിയ സ്വയം പര്യാപ്തതയുടെയും അടയാളമാണ്. ഭാരതം ഇന്ന് കൂടുതൽ സുരക്ഷിതമാണ്.
കാരണം നമ്മുടെ അതിർത്തികൾ കാക്കാൻ വെള്ളത്തിനടിയിൽ നിശബ്ദമായി ജാഗ്രതയോടെ ഈ കരുത്തന്മാരുണ്ട്. അരിഹന്തിൽ തുടങ്ങി ഹരികട്ടിലൂടെ വളർന്ന ഇന്നിപ്പോൾ ഹരിതമനിൽ എത്തി നിൽക്കുന്ന ഇന്ത്യയുടെ ഈ പ്രയാണം കേവലം സൈനികമായ ഒരു മുന്നേറ്റം മാത്രമല്ല, ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മവിശ്വാസമാണ്. ആഴക്കടലിന്റെ നിശബ്ദയിൽ നമ്മുടെ ഈ അദൃശ്യ പോരാളികൾ കാവലിരിക്കുമ്പോൾ അത് ശത്രുക്കൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പും രാജ്യത്ത് നൽകുന്ന ഉറപ്പുമാണ്. നമ്മുടെ അതിർത്തികൾ ഭദ്രമാണ്, നമ്മുടെ ആകാശം സുരക്ഷിതമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വവും ഇന്ത്യൻ നാവികസേനയുടെയും DRDO ശാസ്ത്രജ്ഞരുടെയും പരിശ്രമവുമാണ് നമ്മെ ഈ വലിയ നേട്ടത്തിൽ എത്തിച്ചത്. ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രം കൈവശം വെച്ചിരുന്ന ഈ വിദ്യ ഇന്ന് ഇന്ത്യയുടെ സ്വന്തം മണ്ണിൽ സ്വന്തം സാങ്കേതിക വിദ്യയിൽ വിരിഞ്ഞിരിക്കുന്നു. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം നമ്മൾ ഓരോ ചുവടായി പിന്നിടുകയാണ്. നമ്മുടെ കടലിടുക്കുകളിൽ ഹരിതമൻ ശാന്തനായി ചലിക്കുമ്പോൾ അത് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രം: ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. പക്ഷേ നമ്മുടെ സുരക്ഷയിൽ തൊട്ടുകളിക്കാൻ ആരെയും അനുവദിക്കില്ല. ഭാരതത്തിന്റെ ഈ പ്രതിരോധ കവചം വരും തലമുറകൾക്ക് വലിയൊരു അഭിമാനമായി മാറുമെന്നതിൽ സംശയമില്ല. ഈ കരുത്ത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ഈ പുതിയ മുങ്ങിക്കപ്പലിന്റെ പേര് പോലെ തന്നെ അത്ഭുതകരമാണ് അതിന്റെ സവിശേഷതകൾ. ഹരിതമൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശത്രുവിനെ നശിപ്പിക്കുന്നവൻ എന്നാണ്. ഇതിനു മുൻപ് വന്ന INS ഹരിഹന്ത് ശത്രുവിനെ വധിക്കുന്നവനായും ഹരികെട്ട് ശത്രുവിനെ ആക്രമിച്ച് മുറിവേൽപ്പിക്കുന്നവനായും വിശേഷിപ്പിക്കപ്പെട്ടപ്പോൾ ഹരിതമൻ ശത്രുവിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന കരുത്തനായാണ് കടലിലേക്ക് ഇറങ്ങുന്നത്. ഇതിന്റെ നിർമ്മാണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അതീവ രഹസ്യമായാണ് നടന്നത്. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ വലിയ മതിലുകൾക്കും കവചങ്ങൾക്കും ഉള്ളിലായിട്ടാണ് ഇതിന്റെ പണികൾ പൂർത്തിയാക്കിയത്. ശത്രു രാജ്യങ്ങളുടെ ചാരക്കണ്ണുകൾക്കോ സാറ്റലൈറ്റുകൾക്കോ പോലും പിടികൊടുക്കാത്ത വിധം നിഗൂഢമായിരുന്നു ഇതിന്റെ നിർമ്മാണ ഘട്ടങ്ങൾ. ഇനി മറ്റൊരു കൗതുകകരമായ കാര്യം ഇതിന്റെ സഞ്ചാരമാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കണ്ണ് കാണാൻ കഴിയില്ല എന്നതിനാൽ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് മുങ്ങിക്കപ്പലുകൾ വഴി കണ്ടെത്തുന്നത്. ഇതിനായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഉഷസ് എന്ന സോണാർ സംവിധാനമാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സോണാർ സിസ്റ്റങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹരിതമൻ ഒരു തുടക്കം മാത്രമാണ്. ഇതിലും വലിയ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ രാജ്യം. ഏകദേശം 13,000 ടൺ ഭാരമുള്ള വമ്പൻ മുങ്ങിക്കപ്പലുകളാണ് അടുത്തതായി വരാൻ പോകുന്നത്. കടലിനടിയിൽ ഇന്ത്യ തീർക്കുന്ന ഈ പ്രതിരോധ കോട്ട ലോക രാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഒരു മുങ്ങിക്കപ്പലിന്റെ ഉള്ളിലെ ജീവിതം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വ്യത്യാസമാണ്. ഹരിതമൻ പോലുള്ള ആണവ മുങ്ങിക്കപ്പലുകൾ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ കഴിയുന്നവയാണ്. അവിടെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. കൃത്രിമ വെളിച്ചത്തിലാണ് നാവികർ അവിടെ കഴിയുന്നത്. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇവർക്കുണ്ടാകില്ല. കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനോ ഇന്റർനെറ്റ് ഉപയോഗിക്കാനോ ഒന്നും അവിടെ സാധിക്കില്ല. രാജ്യം നൽകുന്ന അതീവ രഹസ്യമായ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ മാത്രമാണ് അവിടെ സംവിധാനമുള്ളത്. രാജ്യത്തിന് വേണ്ടി ഇത്ര വലിയ ത്യാഗം സഹിക്കുന്ന നാവികരുടെ കരുത്താണ് ഹരിതമന്റെ യഥാർത്ഥ കരുത്ത്. ഇനി മറ്റൊരു പ്രധാന കാര്യം ഇതിന്റെ ആയുസ്സാണ്. ഒരു സാധാരണ ഡീസൽ മുങ്ങിക്കപ്പലിനേക്കാൾ കൂടുതൽ കാലം ആണവ മുങ്ങിക്കപ്പലുകൾക്ക് സേവനം അനുഷ്ഠിക്കാൻ സാധിക്കും. ഏകദേശം 25 മുതൽ 35 വർഷം വരെ ഹരിതമൻ ഇന്ത്യയുടെ കാവലാളായി സമുദ്രത്തിലുണ്ടാവും. ഇതിനിടയിൽ ഇന്ധനം നിറയ്ക്കാനായി കപ്പൽ നിർത്തേണ്ടി വരുന്നില്ല എന്നത് വലിയൊരു നേട്ടമാണ്. കപ്പലിനുള്ളിലെ ആണവ ഇന്ധനം വർഷങ്ങളോളം അതിന് ഊർജം നൽകിക്കൊണ്ടിരിക്കും. കൂടാതെ ഇന്ത്യയുടെ ഈ നേട്ടം ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ പേടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹരിതമനെ പോലൊരു സൈലന്റ് കില്ലർ അവിടെയുള്ളത് ഇന്ത്യക്ക് വലിയൊരു മുൻതൂക്കം നൽകുകയാണ്. ശത്രുക്കൾക്ക് ഒരിടത്തും ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ നൽകുന്നത്. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഈ വൻ കുതിച്ചുചാട്ടം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഒരു ബ്ലൂ വാട്ടർ നേവിയായി മാറ്റുകയാണ്. അതായത് സ്വന്തം തീരത്ത് മാത്രമല്ല, ലോകത്തെ ഏത് സമുദ്രത്തിലും പോയി യുദ്ധം ചെയ്യാനും വിജയിക്കാനും ഇന്ന് നമ്മുടെ നാവികസേന പ്രാപ്തമാണ്. ഈ കരുത്ത് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.